ഡയബറ്റീസ് എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സോ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റുകൾ എഴുതി വെക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജിൽ എഴുതി വെച്ചാൽ മതി. ഇതിന്റെ സ്ലൈഡിന്റെ കോപ്പി ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. റൈറ്റ്, നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ നിങ്ങളത് എഴുതി വെക്കുക. സോ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അസുഖമല്ല, ഒരു കൂട്ടം അസുഖങ്ങളാണ്. എപ്പോഴാണ് നമുക്കത് അറിയാൻ പറ്റുന്നത്? നമ്മളെ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടുമ്പോഴാണ്. റൈറ്റ്, എപ്പോഴാണ് അങ്ങനെ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടുക? നമ്മുടെ ശരീരത്തിലുള്ള പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. ആ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ഇല്ലാതെയാവുകയോ അല്ലെങ്കിൽ വളരെ കുറയുകയോ, ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഇൻസുലിന്റെ ഉപയോഗം കറക്റ്റായിട്ട് ശരീരത്തിന് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്ന സമയത്താണ് ഗ്ലൂക്കോസ് ലെവൽ ബ്ലഡിൽ കൂടുന്നത്. റൈറ്റ്, ഈ ഒരു അവസ്ഥ, ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം, ഫാറ്റ് അഥവാ കൊഴുപ്പ്, പ്രോട്ടീൻ അഥവാ മാംസ്യം, ഈ 3 കാര്യങ്ങൾക്കും അതിന്റെ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഡിഫക്റ്റ്, അതാണ് ഡയബറ്റീസ് ആയിട്ട് മാറുന്നത്. അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് വരാനുള്ള കാരണം ഇൻസുലിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഉപയോഗം നടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇൻസുലിന്റെ ഉൽപാദനം കുറയുകയോ ചെയ്യുന്ന സമയത്താണ്. സോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവാൻ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയാണ്. സോ ഡയബറ്റീസ് ഉള്ള ആളുകൾ അവരുടെ ഫുഡ് ചോയ്സസിൽ ഡെഫിനറ്റ്ലി വളരെ കെയർഫുൾ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇതൊരു ലോങ് ടേം ഡാമേജ് തരുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ പതുക്കെ 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 വരികയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു സൈലന്റ് കില്ലർ, ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കും. നമുക്ക് അറിയാൻ കഴിയില്ല അതിന്റെ ഡാമേജ്. പക്ഷെ ഒരു സമയം കഴിഞ്ഞാൽ വലിയ ലെവലിലുള്ള ഒരു ഡിസ്ഫങ്ഷനിങ് പോലും നടക്കും. എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള പല ഫങ്ഷൻസും ഇംപ്രോപ്പർ ആവുന്നത് മാത്രമല്ല, പല ഓർഗൻസ് പോലും ഫെയിൽ ആയി പോകും. കിഡ്നി പെട്ടെന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നതാണ്. ഡയബറ്റീസ് മൂലം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു അവയവമാണ് കിഡ്നി. ലിവറിന് പ്രശ്നം വരും. ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും ഈ ഒരു ഡയബറ്റീസ് എന്ന് പറയുന്ന അവസ്ഥ. അത് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ. സോ ക്യാൻസറിനേക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. റൈറ്റ്, സോ നമുക്ക് എങ്ങനെയാണത് അറിയാൻ പറ്റുന്നത്? ബ്ലഡ് ടെസ്റ്റ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യേണ്ടതാണ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും അല്ലെ, ഫാസ്റ്റിംഗിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള ഷുഗർ ലെവൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതുപോലെ ഭക്ഷണം കഴിച്ച ശേഷമുള്ള ഷുഗർ ലെവൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് അതിന്റെ റേഞ്ച് എങ്ങനെയാണെന്നുള്ളത്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ 99, അതുപോലെ ആഫ്റ്റർ ഫുഡ് 140. ഈ ഒരു റേഞ്ചിലാണ് എങ്കിൽ നോർമലാണ്, പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ 100നും 125നും ഇടയ്ക്കും, അതുപോലെ പോസ്റ്റ് പ്രാൻഡിയൽ അല്ലെങ്കിൽ ആഫ്റ്റർ ഫുഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 140നും 199നും ഇടയ്ക്കാണെങ്കിൽ ഇറ്റ്സ് എ പ്രീ ഡയബറ്റീസ് സ്റ്റേജ്. എന്ന് പറഞ്ഞാൽ ഡയബറ്റീസിന്റെ ഒരു പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. എപ്പോൾ വേണമെങ്കിലും അത് ഡയബറ്റീസ് എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് പോകാം. ഇനി ഫാസ്റ്റിംഗിൽ 126 അതിന്റെ കൂടുതലോ, അതുപോലെ ആഫ്റ്റർ ഫുഡ് 200 അതിൽ കൂടുതലോ ആണ് എങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് ഡയബറ്റിക്. പ്രമേഹ രോഗിയായിട്ട് ആള് ആ ഒരു ഷുഗർ ലെവൽ അയാൾക്ക് ഉണ്ടെങ്കിൽ മാറിയിട്ടുണ്ടാവും. പക്ഷെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഒരു അറിവില്ലായ്മ കൊണ്ടായിരിക്കാം പലപ്പോഴും ആളുകൾ, ഡോക്ടേഴ്സ് പോലും സജസ്റ്റ് ചെയ്യുന്ന ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയും. നമ്മൾ ലാബിൽ പോയിട്ട് ആ സമയത്തുള്ള ഒരു ടെസ്റ്റ് നടത്തും, അല്ലെങ്കിൽ ആ സമയത്ത് ബ്ലഡിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് നടത്തും. അത് ഈ പറഞ്ഞ റേഞ്ചിൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഫാസ്റ്റിംഗിൽ 126 കൂടുതലാണ് ആ സമയത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഫുഡ് കഴിച്ച ശേഷം നമ്മൾ പോയി ടെസ്റ്റ് ചെയ്ത സമയത്ത് 200 കൂടുതലാണ് എന്ന് കരുതി നമ്മൾ ഡയബറ്റിക് ആവണമെന്നില്ല. ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള ബ്ലഡ് ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്തത് കൊണ്ട് ഒരിക്കലും ഒരു വ്യക്തി ഡയബറ്റീസ് ഉള്ള ആളാണ് എന്ന് പറയാൻ പറ്റില്ല. റൈറ്റ്, അതിന് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയബറ്റീസ് ഡിറ്റക്ട് ചെയ്യാൻ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റ് ഉണ്ട്. അതാണ് HbA1c ടെസ്റ്റ്. HbA1c ടെസ്റ്റ് ബ്ലഡിലുള്ള ഹീമോഗ്ലോബിന്റെ അത് ഗ്ലൂക്കോസുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ, അതാണ് HbA1c ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ടെസ്റ്റാണ് ഡയബറ്റീസ് ഉണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ടെസ്റ്റ്. ഈ ടെസ്റ്റിന്റെ റിസൾട്ടിനനുസരിച്ചാണ് ഒരാൾ നോർമൽ ആണോ, പ്രീ ഡയബറ്റിക് ആണോ, ഡയബറ്റിക് ആണോ എന്ന് ഫിക്സ് ചെയ്യേണ്ടത്. റൈറ്റ്, സോ എന്താണ് അതിന്റെ റേഞ്ച്? നിങ്ങൾക്ക് അതിൽ ആ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും.
ഈ HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു 3 മാസത്തെ ബ്ലഡ് ഷുഗർ അതിന്റെ ഒരു വേരിയേഷൻ, അതിന്റെ ആവറേജ് എങ്ങനെയാണോ വരുന്നത് എന്നുള്ള ടെസ്റ്റാണ് അതിൽ നടക്കുക 3 മാസത്തെ. സോ ആ ഒരു റിസൾട്ട് 4.5%-നും 5.6%-നും ഇടയ്ക്കാണെങ്കിൽ ഹി ഈസ് നോർമൽ. പക്ഷെ 5.6-നും 6.5-നും ഇടയ്ക്കാണെങ്കിൽ പ്രീ ഡയബറ്റീസ് എന്ന് പറഞ്ഞ സ്റ്റേജിലാണ്. ഓക്കെ, അതേസമയം 6.5-ൽ കൂടുതലാണെങ്കിൽ ഹീസ് ഡയബറ്റിക്. ആ ഒരു റേഞ്ച് നിങ്ങൾ ഓർത്ത് വെക്കണം. റൈറ്റ്, നിങ്ങളുടെ അറിവിലേക്ക് ആവശ്യമാണ്. അതുപോലെ നിങ്ങൾ ഒരാളെടുത്ത് സംസാരിക്കുന്ന സമയത്ത് HbA1c ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം. നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് റേഞ്ചിൽ വരുന്നു എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ആക്ച്വൽ അവസ്ഥ എന്താണെന്നുള്ളത് അറിയാനും പറ്റും. റൈറ്റ്, സോ HbA1c എന്ന് പറയുന്നതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് എപ്പോഴും ഓർത്ത് വെക്കുക. റൈറ്റ്, ആൻഡ് ഇനി ഡയബറ്റീസ്, അതിന്റെ ടൈപ്സ് ആൻഡ് റീസൺസ്. പല ടൈപ്പിലുള്ള ഡയബറ്റീസുകളുണ്ട്. ഓക്കെ, ആൻഡ് അതിന്റെ റീസൺസ് എന്താണ് എന്നുള്ളതിൽ നമുക്ക് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് പ്രൈമറിലി ഞാൻ നിങ്ങളിലേക്ക് ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാണ്. സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ. ഞാനിതിന് വോളിയം ഒരല്പം കുറച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ എക്സ്പ്ലനേഷൻ തരുന്നുണ്ടാവും. ബിഫോർ ദാറ്റ് ലെറ്റ് മീ ഞാൻ എൻ്റെ വീഡിയോ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ആ ഒരു വീഡിയോ സ്മൂത്ത് ആയിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, വോയിസ് ഓഡിബിൾ ആണല്ലോ അല്ലേ? റൈറ്റ്. Diabetes refers to a group of conditions characterized by a high level of blood glucose. ഇപ്പോ ഞാനത് പോസ് ചെയ്ത് വെച്ചതാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് നോർമൽ ഒരു ബ്ലഡ് വെസലും അതുപോലെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പോ അതിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഒരു റെഡ് റൗണ്ടിലുള്ള ഒരു ഇൻഡെക്സ് കാണാം, ഗ്ലൂക്കോസ് ആണ്. അപ്പൊ നിങ്ങൾ ആ കാണുന്ന ഇമേജിലുള്ള ആ റൗണ്ട് റെഡ് കളറുള്ളത് ഗ്ലൂക്കോസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ നോർമൽ ആണെങ്കിൽ വളരെ കുറച്ച് ഗ്ലൂക്കോസുകളെ ബ്ലഡിലൂടെ പോകുന്നുണ്ടാവുള്ളൂ, ആവശ്യത്തിന് മാത്രം. ഡയബറ്റീസ് ഉള്ള ഒരു സ്റ്റേജിലാണെങ്കിൽ ഗ്ലൂക്കോസ് കണ്ടന്റ് ബ്ലഡിൽ ഒരുപാട് ഉണ്ടാവും. അതാണ് താഴെയുള്ള ഇമേജ്. Referred to as blood sugar. Right. Too much sugar in the blood can cause serious, sometimes life-threatening health problems. Then types of diabetes. ഏതൊക്കെ തരത്തിലുള്ള ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള പ്രഗ്നൻസി ടൈമിൽ ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. റൈറ്റ്, ആൻഡ് അതുപോലെ മറ്റൊരു സ്റ്റേജ് ആണ് പ്രീ ഡയബറ്റീസ്. ഡയബറ്റീസിന്റെ തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളിൽ ഡയബറ്റീസ് ഉണ്ടാവാറുണ്ട്. അത് കൂടുതലും ടൈപ്പ് 1 എന്ന് പറയുന്ന ഡയബറ്റീസ് ആണ്. അതിന് തന്നെ മറ്റൊരു പേരുണ്ട്, ജുവനൈൽ ഡയബറ്റീസ് എന്നും പറയും. റൈറ്റ്, സോ ഇങ്ങനെ പ്രധാനമായിട്ടും നമുക്ക് 4 തരത്തിലായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ടൈപ്പ് 1, ടൈപ്പ് 2, ജസ്റ്റേഷണൽ, അതായത് പ്രഗ്നൻസി പീരീഡിൽ സ്ത്രീകൾക്ക് വരുന്ന ഡയബറ്റീസ്, ദെൻ പ്രീ ഡയബറ്റീസ്. ഓക്കെ, പ്രീ ഡയബറ്റീസ് സ്റ്റേജിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഡയബറ്റീസ് എന്ന അവസ്ഥയിലേക്ക് വരാം, അല്ലെങ്കിൽ നോർമൽ അവസ്ഥയിലേക്ക് പോവാം. ഇനി എങ്ങനെയാണ് ഇത് ഒരു ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവല് കൂടാനുള്ള കാരണം എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾ കാണുന്നത്, നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ചെയ്ത് അതിൽ നിന്നും ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്യപ്പെട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് അത് പോകുന്നുണ്ടാവും. സോ ഈ ഒരു സമയത്ത് എത്ര ഗ്ലൂക്കോസ് കണ്ടന്റ് ബ്ലഡിൽ വന്നിട്ടുണ്ട്, അതിനനുസരിച്ച് നമ്മുടെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന അതിന്റെ ബീറ്റാ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. അപ്പൊ ഗ്ലൂക്കോസ് ബ്ലഡിൽ എത്രയുണ്ടോ അതിനനുസരിച്ച് പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും, അതും ബ്ലഡിലേക്ക് വരുന്നുണ്ടാവും. നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ വയലറ്റ് കളറിൽ കാണുന്നത് ഇൻസുലിൻ ആണ്, റെഡിലുള്ളത് ഗ്ലൂക്കോസ് ആണ്. ഇനി നെക്സ്റ്റ് എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറയാം. ഇത് ഒരു നോർമൽ പ്രൊസീജിയർ ആണ്. നോർമൽ പ്രൊസീജിയർ ഉദാഹരണം പറയാം, നമ്മളുടെ ശരീരത്തിലുള്ള കോശങ്ങൾ, ഈ കോശങ്ങളിലേക്കാണ് ഈ ഗ്ലൂക്കോസ് ചെല്ലേണ്ടത്. ഒരു കോശം ഒരു റൂമായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാം. ആ കോശത്തിനകത്തേക്ക് ഈ ഗ്ലൂക്കോസ് ചെല്ലണം. കോശത്തിനകത്ത് മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്ന ഒരു ഫർണസ് ഉണ്ട്, ഒരു അടുപ്പ് പോലെ ഒരു സാധനം. റൈറ്റ്, അവിടേക്ക് ഈ ഗ്ലൂക്കോസ് ചെല്ലും. നമ്മൾ ശ്വസിക്കുന്ന വായുവിലുള്ള ഓക്സിജനും ബ്ലഡിലൂടെ അങ്ങോട്ട് ചെല്ലും. വായുവിന്റെ ഓക്സിജന്റെ സഹായത്തോടു കൂടി ഗ്ലൂക്കോസ് കത്തിയിട്ട് എനർജി ഉണ്ടാവും. അതുപോലെ
കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും. എനർജി, കാർബൺ ഡയോക്സൈഡ്, വെള്ളം, ഇത് മൂന്നും ഉണ്ടാവും. എനർജിയും വെള്ളവും ശരീരം ഉപയോഗപ്പെടുത്തും. എന്നാൽ കാർബൺ ഡയോക്സൈഡ് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നിശ്വാസവായുവിലൂടെ പുറത്തേക്ക് കളയും. ഇതാണ് നോർമൽ പ്രൊസീജിയർ. റൈറ്റ്. ഇവിടെ ഇൻസുലിന്റെ റോൾ എന്താണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു റൂം, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളും ഓരോ റൂമായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതിനൊരു വാതിലുണ്ട്. ആ വാതില് താക്കോലും പൂട്ടും ഉപയോഗിച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇൻസുലിന്റെ റോൾ എന്ന് പറയുന്നത് ഈ പൂട്ട് തുറക്കാനുള്ള താക്കോലാണ് ഇൻസുലിൻ. റൈറ്റ്. സോ താക്കോൽ ഉപയോഗിച്ച് പൂട്ട് തുറക്കും, വാതിൽ ഓപ്പൺ ആകും, ഗ്ലൂക്കോസ് റൂമിനകത്തേക്ക് പോകും അല്ലെങ്കിൽ കോശത്തിനകത്തേക്ക് പോകും. യു ക്യാൻ സീ ദാറ്റ് ഇൻ ദ വീഡിയോ. ഇവിടെ നമ്മുടെ കോശങ്ങളിൽ എല്ലായിടത്തും ഒരു ഇൻസുലിൻ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. യെല്ലോ കളറിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അത് ആ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് അവിടെ ഇൻസുലിൻ വന്നപ്പോൾ അത് ഡിറ്റക്ട് ചെയ്തു. അതാണ് കളർ ചേഞ്ച് ആയത്. അങ്ങനെ ഇൻസുലിനെ സ്വീകരിക്കുന്ന സ്ഥലത്ത് അത് വന്നു കഴിഞ്ഞാൽ, അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കോശങ്ങളുടെ ഡോർ ഓപ്പൺ ആവും. ആ ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് കാണാം. അതിനുള്ളിലേക്ക് എന്ത് ചെയ്തു? കോശങ്ങൾക്കകത്തേക്ക് ഗ്ലൂക്കോസ് പോകുന്നു. ഇത് നോർമൽ പ്രൊസീജിയർ ആണ്. ഇതാണ് സംഭവിക്കുന്നത്. ഗ്ലൂക്കോസ് കത്തിയിട്ട് എന്താവും? എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ടൈപ്പ് 1 എന്ന് പറയുന്ന ഡയബറ്റീസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനറ്റിക്കലി ആവാം. പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിക്ക് അതിലുള്ള ബീറ്റ സെൽസിന് ജനറ്റിക്കലി തന്നെ നാശം സംഭവിച്ചിട്ടുണ്ടാകും കുറെയൊക്കെ. അതുകൊണ്ട് ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിക്കാൻ അതിന് കഴിയില്ല, അല്ലെങ്കിൽ ഉൽപാദന ശേഷി വളരെ കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? എത്ര ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ആവശ്യത്തിന് ഇൻസുലിൻ ബ്ലഡിലേക്ക് ചെല്ലില്ല. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടി നിൽക്കും. റൈറ്റ്. അത് ടൈപ്പ് 1 എന്ന് പറയുന്ന ഡയബറ്റീസ് ആണ്. ചെറിയ കുട്ടികൾ മുതൽ ഉള്ള ആളുകൾക്കൊക്കെ ഉണ്ടാകുന്നത് ടൈപ്പ് 1 എന്ന് പറയുന്ന ഡയബറ്റീസ് ആണ്. അത് കുറെ നേരത്തെ ചെറുപ്രായത്തിൽ തന്നെ കണ്ടെത്താൻ പറ്റും എന്ന് മാത്രമല്ല, സഡൻ ആയിട്ടുള്ള സിംറ്റംസ് വരും. ചെറുപ്രായത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ അതിന്റെ സിംറ്റംസ് ഒക്കെ കാണാൻ പറ്റും. അതിന് ലൈഫ് ലോങ് ഇൻസുലിൻ ആവശ്യമാണ്. കാരണം ശരീരം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കില്ല. സോ ദേ ആർ കോൾഡ് ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ആണ് ടൈപ്പ് 1. ഇനി ടൈപ്പ് 2 എന്ന് പറയുന്ന ഡയബറ്റീസ് ഏറ്റവും കൂടുതൽ ആളുകളിൽ വരുന്നത്, ഓൾമോസ്റ്റ് ഒരു 80 മുതൽ 90% ആളുകളിലും ഇന്ന് കാണപ്പെടുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. അത് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ട് തന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അവിടെ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഗ്ലൂക്കോസ് എത്രയുണ്ടോ അതിനനുസരിച്ച് ഇൻസുലിനും പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇൻസുലിൻ അവിടെ കാണാൻ പറ്റും. ഇൻസുലിനെ സ്വീകരിക്കുന്ന, റിസീവ് ചെയ്യുന്ന ആ ഭാഗം ഒരു എക്സ് മാർക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മുകളില്. ഇൻസുലിനെ സ്വീകരിക്കുന്ന ആ ഇൻസുലിൻ റിസപ്റ്റേഴ്സ്, അതിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വന്നിരിക്കുന്ന ഇൻസുലിനെ തിരിച്ചറിയാൻ കഴിയില്ല. അതേപോലെ ഈ ഇൻസുലിൻ റിസപ്റ്ററിന്, ഇൻസുലിനെ സ്വീകരിക്കുന്ന ഭാഗത്തിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഭാഗം കോശങ്ങൾക്കകത്തുണ്ട്. അതാണ് താഴെ കാണുന്ന എക്സ് മാർക്ക്. അവിടെയും ഫംഗ്ഷൻ പ്രോപ്പർ അല്ലെങ്കിൽ കറക്റ്റ് ഇൻഫർമേഷൻ മുകളിലേക്ക് എത്തില്ല. അപ്പൊ എന്ത് ചെയ്യില്ല? ഇൻസുലിൻ റിസപ്റ്ററിന് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ചും കൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള കോശം ഒരു റൂം ആണെങ്കിൽ പൂട്ടും താക്കോലും ഉപയോഗിച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ നമുക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അധികം ഉപയോഗിച്ചിട്ടില്ലാത്തൊരു പൂട്ടാണെങ്കിൽ നമ്മൾ കറക്റ്റ് താക്കോൽ ഇട്ടാലും, അതിനകത്ത് പൂട്ടിനകത്ത് തുരുമ്പിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് താക്കോൽ ഇട്ടാലും ചിലപ്പോൾ തുറക്കാൻ കഴിയില്ല, സ്റ്റക്കാവും അല്ലേ? അങ്ങനെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവും. സോ അങ്ങനെ വരുന്ന സമയത്ത് ആ ലോക്ക് തുറക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആൾക്ക് ഡോർ തുറന്ന് അകത്തേക്ക് കയറാനും പറ്റില്ല. ഇതേ അവസ്ഥയുണ്ടാവും. എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള ഇൻസുലിൻ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇൻസുലിനെ സ്വീകരിക്കുന്ന ഭാഗത്ത് ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിന് കറക്റ്റ് നിർദ്ദേശങ്ങൾ കിട്ടുന്നില്ല. ഈ സംഭവം, ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ഇൻസുലിൻ റിസപ്റ്റേഴ്സ് വർക്ക് ചെയ്യില്ല പ്രോപ്പറായിട്ട്. ഗ്ലൂക്കോസിന് അകത്തേക്ക്, എല്ലാ ഗ്ലൂക്കോസിനും അകത്തേക്ക്, കോശങ്ങൾക്ക് അകത്തേക്ക് പോകാൻ സാധിക്കില്ല. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ബ്ലഡിൽ ആ ഗ്ലൂക്കോസ് ഒക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടാവും. ഇതാണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതായത് ശരീരം തന്നെ ഇൻസുലിനെ റിജക്ട് ചെയ്യുന്ന, റെസിസ്റ്റ് ചെയ്യുന്ന, എതിർത്ത് നിൽക്കുന്ന ഒരവസ്ഥ. ഇതാണ് ഇന്ന് ടൈപ്പ് 2 എന്ന് പറയുന്ന ഡയബറ്റീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. റൈറ്റ്. സോ ഇതൊരു ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം കൊണ്ടാണ് ഉണ്ടാകുന്നത്. എന്താണ് അതിന്റെ റൂട്ട് കോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഇത് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഒരു അഡൾട്ട് ഏജ് മുതലുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു സിംറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് അതിന്റെ സിംറ്റം അറിയാൻ പറ്റില്ല. ഒരുപാട് വർഷങ്ങൾ കൊണ്ടായിരിക്കും ഈ ടൈപ്പ് 2 ഡയബറ്റീസിന്റെ സിംറ്റം, ആ ബ്ലഡ് വേരിയേഷൻ ഒക്കെ അറിയാൻ പറ്റുന്നുണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മളൊരു പക്ഷേ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമൽ എന്ന് കാണിക്കുന്നുണ്ടാവാം. പക്ഷേ ഓൺ ദ വേ ആയിരിക്കും, കുറച്ചു കാലം കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഡയബറ്റീസ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോകുന്നുണ്ടാവും. റൈറ്റ്. സോ അതാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട കാര്യം. അത് ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഡയഗ്രാം എന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. റൈറ്റ്. എങ്ങനെയാണ് ഡയബറ്റീസ് ഉണ്ടാകുന്നത്, ടൈപ്സ് എന്താണ്, അതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത്. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട കാര്യം അതിന്റെ ഒരു ഗ്രാഫിക്കൽ സംഭവമാണ്. സ്ക്രീൻ വിസിബിൾ അല്ലേ സാറേ? ഓക്കെ, ഫൈൻ. സോ നോർമലി സംഭവിക്കുന്ന കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞത്, ഗ്ലൂക്കോസ് നമുക്ക് ഈ കാണുന്നത് ഒരു കോശമാണ്. കോശത്തിനകത്തേക്ക് ഈ ഗ്ലൂക്കോസ് ചെല്ലണം. അവിടെ ഇതാണ് ഇൻസുലിൻ, ഈ കാണുന്നതാണ് ഇൻസുലിൻ. പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. ഇൻസുലിനെ സ്വീകരിക്കുന്ന ഭാഗമാണിത്. ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ ഡോർ തുറക്കും, ഗ്ലൂക്കോസ് അകത്തേക്ക് ചെല്ലും, മൈറ്റോകോൺട്രിയയിൽ ഓക്സിജനുമായി ചെന്നിട്ട് കത്തും, എനർജി, വാട്ടർ, കാർബൺ ഡയോക്സൈഡ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റൈറ്റ്. ഇത് നോർമലി ഉണ്ടാവുന്ന കാര്യമാണ്. റൈറ്റ്. ദെൻ ടൈപ്പ് 1 ഡയബറ്റീസിൽ എന്താണ് സംഭവിക്കുന്നത്? പാൻക്രിയാസ് പ്രോപ്പറായിട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് എത്ര വന്നാലും ഈ ഇൻസുലിന്റെ അളവ് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഉണ്ടാവില്ല. ഗ്ലൂക്കോസിന് കോശത്തിനകത്തേക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റില്ല. റൈറ്റ്. ദെൻ ടൈപ്പ് 2 ഇൻസുലിൻ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ പ്രോബ്ലം എവിടെയാണ്? ഈ ഇൻസുലിൻ റിസപ്റ്റർ, ഇൻസുലിനെ സ്വീകരിക്കുന്ന ആ ഭാഗത്ത് ഡാമേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഭാഗത്തിന് കോശത്തിനകത്ത് നിന്നും കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടില്ല. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ ഇൻസുലിൻ റിസപ്റ്ററിന് എന്തുകൊണ്ട് ഡാമേജ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ എന്തുകൊണ്ട് കറക്റ്റ് ആയിട്ട് ആ ഭാഗത്തേക്ക് പാസ് ചെയ്യാൻ പറ്റുന്നില്ല? അതിന്റെ കാരണം ഓക്സിഡേഷൻ ആണ്, അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ ഡാമേജ് ആണ്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ലൈഫ് സ്റ്റൈൽ. സോ നമ്മൾ ഡേ 1ലും ഡേ 2ലായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫ്രീ റാഡിക്കൽ ഡാമേജ്, അതിന്റെ ഇമ്പോർട്ടൻസ് ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് എത്രത്തോളം ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ടൈപ്പ് 2 എന്ന് പറയുന്ന ഡയബറ്റീസ് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളിലുള്ളത്. 90% ആളുകൾക്ക് ഉള്ളത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. അതിനെ നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു ക്വാളിറ്റി ലെവലിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതിനാൽ ഒരു നോർമൽ ലെവലിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. റൈറ്റ്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ശതമാനം ആളുകൾക്കേ ഉള്ളൂ. ജുവനൈൽ ഡയബറ്റീസ്, കുട്ടികൾക്കുള്ളത് ബൈ ബർത്തും അങ്ങനെ വരാം. ജനറ്റിക് ആയിട്ട് പാരന്റ്സിന് അപ്പോഴേ ഈ ഒരു പാൻക്രിയാസിന്റെ ബീറ്റാ സെൽസിന് നാശം സംഭവിച്ചുകൊണ്ട് ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറഞ്ഞുകൊണ്ടുള്ള ഒരു അവസ്ഥയുണ്ടാവും. റൈറ്റ്. സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദ റീസൺസ്. ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളത്. ഇൻസുലിൻ റിസപ്റ്റർ അല്ലെങ്കിൽ ശരീരം തന്നെ ഇൻസുലിനെ റിജക്ട് ചെയ്യുന്ന ഒരവസ്ഥ. അബ്നോർമൽ ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ ബൈ ദ ലിവറിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള ഫാറ്റ്, അതിനെ ലിവർ എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. സോ അതിൽ അബ്നോർമാലിറ്റി വന്നാൽ എന്ന് പറഞ്ഞാൽ ലിവറിന്റെ ഫങ്ഷൻ ഇംപ്രോപ്പർ ആയാൽ പോലും ഗ്ലൂക്കോസ് ലെവൽ കൂടും, ഡയബറ്റീസ് വരും. റൈറ്റ്. ജനറ്റിക് ആയിട്ടുള്ള സസെപ്റ്റിബിലിറ്റി, ഈ ജനിതകപരമായിട്ട് പാരമ്പര്യമായിട്ട് വരുന്നുണ്ടാവും. അതുപോലെ ഒബേസിറ്റി, അമിതവണ്ണം, പൊണ്ണത്തടി, അതുപോലെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി, എക്സസൈസോ അങ്ങനെ വ്യായാമങ്ങളോ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതൊരു ലോങ് റണ്ണിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് ശരീരത്തിനകത്തുണ്ടാകുന്ന പല പല ഡാമേജസും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും ഇങ്ങനെയുള്ള കണ്ടീഷൻസ് കൊണ്ടും ചേഞ്ചസ് കൊണ്ടൊക്കെ ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പുവർ ഡയറ്റ്, ന്യൂട്രീഷ്യസ് അല്ലാത്ത ഒരു ഫുഡ് ഹാബിറ്റ്സ് ആണ്, അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ആണ് നമുക്കുള്ളതെങ്കിൽ ഡയബറ്റീസ് വരും, യാതൊരു സംശയമില്ല. ദെൻ പല മെഡിസിൻസ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ സൈഡ് എഫക്ട്സ് വഴിയും നമുക്ക് ഈ പറഞ്ഞ പോലെ ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ആൻഡ് പ്രീ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആളുകൾ ഒട്ടും കെയർ ചെയ്യാത്തൊരു അവസ്ഥയാണ് പ്രീ ഡയബറ്റീസ്. പാരമ്പര്യമായിട്ട് പേരൻസിന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ മക്കൾക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ദേ വിൽ ബി ഇൻ ദ പ്രീ ഡയബറ്റിക് സ്റ്റേജ്. ദെൻ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല്, സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് ഒക്കെയാണ് കുറെ കാലമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദർ ഈസ് ഹൈ പോസിബിലിറ്റി ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മൾ പ്രീ ഡയബറ്റീസ് എന്ന് പറഞ്ഞ സ്റ്റേജിലായിരിക്കും, പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് അതിന്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ലക്ഷണങ്ങളോ കാര്യങ്ങളോ ചിലപ്പോൾ അറിയാൻ പറ്റിക്കോളന്നുണ്ടാവില്ല. എന്നാലും ശരീരം ചില ലക്ഷണങ്ങൾ കാണിക്കും. പക്ഷെ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം എന്നുള്ളതാണ്.
പെട്ടെന്ന് എപ്പോഴും വലിയ രീതിയിലുള്ള ക്ഷീണം അനുഭവപ്പെടുക, ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേഷൻ, സഡൻ ആയിട്ടുള്ള വെയിറ്റ് ലോസ്, മുറിവുണ്ടായാൽ ഉണങ്ങാത്ത അവസ്ഥ, വിശപ്പ് ധാരാളമായിട്ട് ഉണ്ടാവുക, സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളോട് താല്പര്യം കുറയുക, കണ്ണിന്റെ കാഴ്ച മങ്ങി തുടങ്ങുക, സ്ത്രീകൾക്ക് വജനൽ ഏരിയയിൽ ഫ്രീക്വന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവുക, കൈകാലുകളുടെ വലിയൊരു നംപ്ലിംഗ് പോലെ ഒരു ഇക്കിളിപ്പെടുത്തുന്ന ഒരു അസ്വസ്ഥത അനുഭവപ്പെടുക, ദാഹം വലിയ രീതിയിൽ അനുഭവപ്പെടുക, നന്നായിട്ട് വെള്ളം കുടിച്ചാലും വീണ്ടും വീണ്ടും ദാഹം അനുഭവപ്പെടുക. സോ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ, സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഫ്രീക്വന്റ് ആയിട്ട് അത് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ പോസിബിലിറ്റി ഉണ്ട് ഡയബറ്റീസ്. നിങ്ങൾ പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞ സ്റ്റേജിൽ ആയിരിക്കാം. സോ എന്തുകൊണ്ട് ഡയബറ്റീസ് വളരെ വളരെ സീരിയസ് ആണ് എന്ന് പറയാൻ കാരണം, വൈ, വാട്ട് ഈസ് ദ റീസൺ? ബിക്കോസ് ദ കോംപ്ലിക്കേഷൻ, ഡയബറ്റീസ് കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ ഈസ് ഡെഡ്ലി ഡേഞ്ചറസ്. ക്യാൻസറിനേക്കാളും ഡേഞ്ചറസ് ആണ്. കാരണം ക്യാൻസർ വന്നു കഴിഞ്ഞാൽ കുറച്ച് കാലത്തിനുള്ളിൽ ആള് മരിച്ചു പോകും, യാതൊരു സംശയമില്ല. റൈറ്റ്. ഐപ്പൾസ് പോലെയുള്ള പ്രൊഡക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ല രീതിയിൽ കൂട്ടിയെടുക്കാനും സാധിക്കും. പക്ഷെ അല്ലാത്ത ഒരാളുകളെ സംബന്ധിച്ചാലും പെട്ടെന്ന് മരണപ്പെടും. എന്നാൽ ഡയബറ്റീസ് കൊണ്ട് ഒരാള് വന്നു കഴിഞ്ഞാൽ അയാള് ഇഞ്ചിഞ്ചായി നരകിച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടേ മരിക്കുകയുള്ളൂ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷുഗർ കൂടി നിൽക്കുന്ന ബ്ലഡാണ് എൻ്റയർ ബോഡിയിലും ട്രാവൽ ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും ഡാമേജ് ഉണ്ടാക്കും, തലച്ചോറിൽ ഡാമേജ് ഉണ്ടാക്കും. സോ തലച്ചോറിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, തലച്ചോറിൽ ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. നമ്മുടെ ശരീരത്തിൽ ഹാർട്ടാണോ ബ്രെയിൻ ആണോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗൻ? ഹാർട്ട് ബീറ്റ് നിന്ന ആൾ മരിച്ചു പോകും അല്ലെ? അപ്പൊ ഹാർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്? അല്ല, ബ്രെയിൻ ആണ്. എന്താ കാരണം? ശരീരത്തിലുള്ള എല്ലാ ഫങ്ഷൻസിനെയും, ഹാർട്ട് ബീറ്റിനെ അടക്കം എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ ആണ്. സോ ആ ബ്രെയിനിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ബോഡിയിൽ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും. സോ ഡയബറ്റീസ് ബ്രെയിനിനെ ബാധിക്കും, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ബ്രെയിനുള്ള കോശങ്ങൾ അതിന് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങോട്ട് ഈ ഷുഗർ ലെവൽ വന്നിട്ട് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. കണ്ണിന് തീർച്ചയായിട്ടും ബാധിക്കും. കണ്ണിന് വളരെയധികം സെൻസിറ്റീവ് ആണ് ഡയബറ്റീസും കണ്ണും തമ്മിൽ. റെറ്റിനോപ്പതി, അതുപോലെ ബ്ലൈൻഡ്നെസ്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കണ്ണിന്റെ റെറ്റിനയ്ക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ പിന്നെ അത് മാറ്റി വെക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. റിപ്പയർ ചെയ്യാൻ പറ്റില്ല. റൈറ്റ്. സോ ഡയബറ്റീസ് എന്ന് പറയുന്ന അവസ്ഥ, അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് റെറ്റിനോപ്പതി. ഉണ്ടാവും, ഒരു സംശയമില്ല. കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥയാവും. ഒന്ന് ആലോചിച്ച് നോക്കുക. കണ്ണ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ, പല ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ? കണ്ണ് കാണാത്തപ്പോഴോ? റൈറ്റ്. ഓറൽ ഹെൽത്ത്, പല്ലിനും മോണയ്ക്കും ഒക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഹാർട്ടിന് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവും. കാരണം ഈ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി, എന്തുകൊണ്ട് ഹാർട്ടിന് കൂടുതൽ പ്രോബ്ലം വരുന്നു, ഹാർട്ട് ഡിസീസ്, ഹാർട്ട് അറ്റാക്കോ ഇതുപോലുള്ള സിറ്റുവേഷൻസ് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. ഒരു ചെറിയൊരു പൈപ്പിലൂടെ സാധാരണ ഒരു പച്ചവെള്ളം നമ്മൾ ഒഴിക്കുകയാണ്. അത് സ്മൂത്ത് ആയിട്ട് ട്രാവൽ ചെയ്ത് പോകും, ആണോ അല്ലേ? പക്ഷേ പഞ്ചസാര നല്ലോണം കലക്കിയ ഒരു വെള്ളമാണ് പൈപ്പിലൂടെ ഒഴിക്കുന്നതെങ്കിൽ അതിന്റെ തിക്നെസ് കൂടുതലായിരിക്കും. യെസ്, ആ തിക്നെസ് കൂടിയ ബ്ലഡ് ഈ ഞരമ്പിലൂടെ പോകുമ്പോഴും അത് ഹാർട്ടിലേക്ക് ചെല്ലുമ്പോഴും അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്ട്രാ എഫേർട്ട് ഹാർട്ടിന് എടുക്കേണ്ടി വരും. അത് വലിയ കോംപ്ലിക്കേഷൻ ഹാർട്ടിന് ഉണ്ടാക്കും. ദെൻ കിഡ്നി, ബ്ലഡ് പ്യൂരിഫിക്കേഷനിലെ ലിവറിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട റോള് കൈകാര്യം ചെയ്യുന്നത് കിഡ്നിയാണ്. കിഡ്നിക്ക് ഹൈ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. നെഫ്രോപ്പതി എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. കിഡ്നി ഫെയിൽ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, മാറ്റിവെക്കല്ലാതെ. ലിവർ ടോട്ടലി ഡാമേജ് ആയി കഴിഞ്ഞാൽ, സിറോസിസ് വന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയി കഴിഞ്ഞാൽ ലിവർ മാറ്റിവെക്കല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. പറയാൻ വളരെ എളുപ്പമാണ്. ഇറ്റ്സ് ഹൈലി എക്സ്പെൻസീവ് എന്ന് മാത്രമല്ല, അതിന്റെ കോംപ്ലിക്കേഷൻ ആഫ്റ്റർ മാറ്റിവെച്ച ശേഷം ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സോ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രഗ്നൻസി പീരീഡിൽ ബർത്ത് ഡിഫക്ട്സ് വരെ വരാം, കുട്ടിയെ പോലും ബാധിക്കാം ജസ്റ്റേഷൻ ഡയബറ്റീസ് ഉണ്ടായി കഴിഞ്ഞാൽ. ന്യൂറോ സിസ്റ്റത്തെ, ന്യൂറോപ്പതി എന്ന് പറയുന്ന അവസ്ഥ എന്നാൽ നമ്മുടെ ശരീരത്തിൽ ന്യൂറോണുകളാൽ കണക്റ്റഡ് ആണ് ഫ്രം ഹെഡ് ടു ടോ. ഈ ആശയവിനിമയങ്ങൾ, മെസ്സേജസ്, ബ്രെയിനിൽ നിന്ന് മെസ്സേജുകൾ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും, ശരീരത്തിന്റെ ഓരോ ഭാഗത്തു നിന്നുള്ള മെസ്സേജസ് തിരിച്ച് ബ്രെയിനിലേക്കും പോകുന്നത് ഈ ന്യൂറോണുകൾ വഴിയാണ്, നെർവസ് സിസ്റ്റം വഴിയാണ്. അതിന് ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങോട്ട് മെസ്സേജ് പോവില്ല. അപ്പൊ ഉദാഹരണം പറയാം, ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് സെൻസേഷൻ ഒക്കെ നഷ്ടപ്പെട്ടു പോകും. കാലിലൊക്കെ ചിലപ്പോൾ തൊട്ടാലൊന്ന് സ്പർശന ശേഷി നഷ്ടപ്പെട്ടു പോകും. എന്തുകൊണ്ടാ? കാലിന്റെ ഭാഗത്തുള്ള ആ ന്യൂറോണിൽ നിന്നും ബ്രെയിനിലേക്ക് മെസ്സേജ് എത്താത്തതുകൊണ്ടാണ്. സോ അത് വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻസിലേക്ക് നയിക്കും. ബ്ലഡ് പ്രഷർ ആയിക്കോട്ടെ, അതുപോലെ ലോവർ ലിംസ്,
ഞാൻ നേരത്തെ പറഞ്ഞു സ്പർശനശേഷി നഷ്ടപ്പെട്ടു പോകുന്നത്, അതുപോലെ കാലിലായിക്കോട്ടെ, പ്രധാനമായിട്ട് കാലിലൊക്കെ ആയിക്കോട്ടെ മുറിവ് വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പഴുത്ത് ഗാംഗ്രീൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അൾസറേഷൻ. അവസാനം അത് കട്ട് ചെയ്ത് കളയാനേ പറ്റുള്ളൂ. ഏതുവരെ കട്ട് ചെയ്യും? അര വരെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു ചെറിയൊരു മുറിവുണ്ടായാൽ പോലും നമുക്ക് എന്തുമാത്രം വേദനയുണ്ട്. അപ്പോ ഈ വിരലും കാലും പാദവും മുട്ടും ഒക്കെ കട്ട് ചെയ്ത് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതം എന്താണ്? അത്രമാത്രം ഡെഡ്ലി ഡേഞ്ചറസ് ആണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. കോംപ്ലിക്കേഷൻസ് വളരെ ഹൈ ആണ്. ഈ കോംപ്ലിക്കേഷൻസ് മൂലമാണ് ആളുകൾ മരണപ്പെടുക. പക്ഷെ പലപ്പോഴും ആളുകൾ ചിന്തിക്കില്ല ഇതിന്റെ കോംപ്ലിക്കേഷനെ കുറിച്ച്. ഗുളികയുണ്ട്, അല്ലെങ്കിൽ ഇൻസുലിൻ ഉണ്ട്, അത് കഴിക്കുമ്പോൾ നോർമൽ ലെവലിൽ ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ മരുന്ന് കഴിച്ചാലും ഈ കോംപ്ലിക്കേഷൻസ് പതുക്കെ പതുക്കെ വരും. സോ ഇവിടെയാണ് നമ്മുടെ ഐകോഫി എന്ന് പറഞ്ഞ പ്രോഡക്റ്റിന്റെ റെലവൻസ്, മൈ ഡിയർ ഫ്രണ്ട്സ്. വാട്ട് എ ബ്ലസ്ഡ് പ്രോഡക്റ്റ് ഇറ്റ് ഈസ്. ഒരു റിച്ച് കോഫിയുടെ ആയിട്ടുള്ള ടേസ്റ്റ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഡയബറ്റീസിനെ ഹെൽത്തി ലെവലിൽ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും. ഡയബറ്റീസിന് പെർമനന്റ് സൊല്യൂഷൻ ഇല്ല, മെഡിസിൻസും ഇല്ല. കോഫി കൊണ്ടും പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. കൺട്രോൾ ചെയ്യാൻ മാത്രമേ പറ്റൂ. ഒരാളോടും നിങ്ങൾ ഡയബറ്റീസ് മാറും എന്ന് പറയരുത്. കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ ഹെൽത്തി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. മെഡിസിൻ ഒഴിവാക്കിക്കൊണ്ട് ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് ഗ്യാരണ്ടി ആയിട്ട് തിരിച്ചു വരാൻ പറ്റും ഐകോഫി റെഗുലർ ആയിട്ട് ഒരാൾ കഴിക്കുകയാണെങ്കിൽ. എന്താണ് ഐകോഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ? കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാണ്, അതുകൊണ്ട് ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് അത്ര ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല. എന്നാലും ഏകനായകം, ആയുർവേദത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം ചരക സംഹിത, അതിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് മധുമേഹ അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഏറ്റവും നല്ല നാച്ചുറൽ റെമഡി എന്ന് പറയുന്നത് ഏകനായകമാണ്. വളരെ അധികം കയ്പാണ് അതിന്. അതിന്റെ വേര് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്ന ആളുകളുണ്ട്. അതിന്റെ ട്രങ്ക്, അതിന്റെ തടി, ആ തടി കൊണ്ട് ആ ഭാഗം കൊണ്ട് ഗ്ലാസും പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി അതിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ട്, രാത്രി വെള്ളം ഒഴിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം അതിൽ ഡയബറ്റീസ് ഉള്ള ആളുകൾ അത് കുടിക്കുന്ന ശീലം, നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയൊക്കെ ശീലമുള്ള ആളുകളുണ്ട്. ആയുർവേദത്തില് നിങ്ങൾ ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ ഡയബറ്റീസിനുള്ള ഏത് മെഡിസിനും നിങ്ങൾ നോക്കിക്കോ, അതിനകത്ത് ഏകനായകം ഉണ്ടാവും. അത്രമാത്രം എഫക്റ്റീവ് ആണ് സലേഷ്യ റെറ്റിക്കുലേറ്റ അഥവാ ഏകനായകം എന്ന് പറയുന്ന ഔഷധ സസ്യം ഡയബറ്റീസിന്. സോ വളരെയധികം അസഹ്യമായ കയ്പാണ്, യൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ നമ്മുടെ കമ്പനി എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ആ ഹോൾ പ്ലാന്റ് ആവശ്യമില്ല. അതിൽ ആ ഷുഗറിനെ ബാലൻസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന, ഹെൽത്ത് ബെനിഫിറ്റ് തരുന്ന ആ മോളിക്യൂൾ വേർതിരിച്ചെടുത്ത് അതിന്റെ കയ്പരസം ഒഴിവാക്കി ആ ഇന്റർനാഷണലി പേറ്റന്റഡ് ആയിട്ടുള്ള മോളിക്യൂൾ ആണ് സാൽസിറ്റാൾ. അതാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ്. സാൽസിറ്റാലിനെ കുറിച്ച് ഒരുപാട് ക്ലിനിക്കൽ ട്രയൽസ് നടന്നിട്ടുണ്ട്. CTRAയിലും അതുപോലെ WHO-ന്റെ ICTR-ലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ക്ലിനിക്കൽ ട്രയൽസ് നടന്നിട്ടുണ്ട്, ക്ലിനിക്കൽ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അത് LDL കൊളസ്ട്രോളിനെ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ വളരെ സപ്പോർട്ടീവ് ആണ്. ഷുഗറിനെ വളരെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാനായിട്ട് സപ്പോർട്ടീവ് ആണ്. ഇത് പ്രധാനമായിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കാർബോഹൈഡ്രേറ്റ് ബ്ലോക്കർ. നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് അതിൽ പോളിസാക്കറൈഡ്സിനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യും. കുറച്ചും കൂടി ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എത്രയാണോ ഗ്ലൂക്കോസ് വേണ്ടത് അതെങ്ങനെയാണ് അറിയാൻ പറ്റുക? എനർജി റിക്വയർമെന്റ് അനുസരിച്ച്. കോശങ്ങളിൽ ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യണം. ശരീരത്തിൽ എനർജി കുറവാണെങ്കിൽ കോശങ്ങൾക്ക് പുതിയ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ഗ്ലൂക്കോസ് വേണം. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിന് ബ്ലഡിലേക്ക് ഗ്ലൂക്കോസിനെ വിടുക എന്നുള്ള ഒരു റെഗുലേറ്റിംഗ് പ്രോസസ് ഈ സാൽസിറ്റാൽ ചെയ്യുന്നുണ്ട്. എന്നാൽ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ മെഡിസിന് ആകെ ഒരു ഫംഗ്ഷനേ ഉള്ളൂ. ഒരു ഇൻസുലിൻ ടാബ്ലറ്റ്, ഫോർ എക്സാമ്പിൾ ഇൻസുലിൻ കണ്ടന്റ് ഉള്ള ഒരു ടാബ്ലറ്റ് ഒരാൾ കഴിച്ചാൽ ആ ഇൻസുലിൻ ടാബ്ലറ്റിൽ ആ കണ്ടന്റിന് എത്ര യൂണിറ്റ് ഗ്ലൂക്കോസിനെയാണോ കുറയ്ക്കാൻ സാധിക്കുക ബ്ലഡിലൂടെ, അത് മാത്രമേ അത് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിന്തറ്റിക് ആയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുമ്പോൾ ബ്ലഡ് ഷുഗർ ലെവൽ കുറയുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ അവിടെ നടക്കുള്ളൂ, വേറെ ഒന്നും നടക്കില്ല. സോ അത് ഫ്ലക്ച്വേഷൻ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഫുഡ് കഴിക്കുന്നത്, കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് കൂടുതലാണെങ്കിൽ ഷുഗർ ലെവൽ കൂടും, കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് കുറവാണെങ്കിൽ ഷുഗർ ലെവൽ കുറയും. റൈറ്റ്? സോ അങ്ങനെയുള്ള ഫ്രീക്വന്റ് ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. ഒരു മാനേജ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ട് മാനേജ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സ് കൂടെ റെഗുലേറ്റ് ചെയ്യപ്പെടണം. അവിടെയാണ് സാൽസിറ്റാലിന്റെ ഒരു പ്രധാനപ്പെട്ട റോള് വരുന്നത്. ഒപ്പം ഐകോഫിയിൽ നമുക്ക് എന്താ പറയാ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഡാമേജ് ആയിട്ടുള്ള കോശങ്ങളെ അത് റിജുവിനേറ്റ് ചെയ്യാനും കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും അലർട്ട്നെസ് കൂട്ടാനും എനർജി ലെവൽ കൂട്ടാനും ഒക്കെ വളരെ സപ്പോർട്ട് ചെയ്യും. ഡയബറ്റീസ് ഉള്ള ആളുകളെ സംബന്ധിച്ചുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച് അല്ലെങ്കിൽ സങ്കടം എന്ന് പറയുന്നത് സെക്ഷൽ ലൈഫ് ഉണ്ടാവില്ല, എനർജി ലെവൽ കുറവായിരിക്കും. പക്ഷെ ഐകോഫി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് ഹൈ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ ഒരു ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു, ഐകോഫിയിലെ സാൽസിറ്റാൽ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണത്. നമ്മൾ ഫുഡ് കഴിച്ചു,
ഫുഡ് കഴിച്ചു, അതിൽ ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ്, ഷുഗർ ലെവല് ഇവിടെയാണ് ഏകനായകത്തിന്റെ ഒരു റോള് വരുന്നുണ്ടാവുക. ഇൻറ്റസ്റ്റൈനിലൂടെ ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് ചെല്ലണം, ഇവിടെ ഒരു റെഗുലേറ്റിംഗ് പ്രോസസ്സ് ചെയ്യും. ആവശ്യത്തിന് മാത്രം ഈ ഗ്ലൂക്കോസിനെ അങ്ങോട്ട് വിടുന്ന ഒരു പ്രോസസ്സ് ഇവിടെ ഏകനായകം ചെയ്യും, സാൽസിറ്റാൾ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഡയബറ്റീസ് ഇല്ലാത്ത ഒരാളുടെ ശരീരത്തിലാണെങ്കിലും പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ഒരാളുടെ ശരീരത്തിലാണെങ്കിലും ഡയബറ്റീസ് ഉള്ള ഒരാളുടെ ശരീരത്തിലാണെങ്കിലും ആവശ്യത്തിന് മാത്രം ഗ്ലൂക്കോസ് ചെന്നാൽ മതി. ശരിയാണല്ലോ? അതുകൊണ്ടാണ് ഈ പറഞ്ഞ എല്ലാ കാറ്റഗറി ആളുകൾക്കും നമ്മുടെ കോഫി ഉപയോഗിക്കാൻ പറ്റുന്നത്. മറിച്ച് ഡയബറ്റീസ് ഉള്ള ഒരാൾ ഉപയോഗിക്കുന്ന ഡയോണിൽ എന്ന് പറഞ്ഞ ഗുളിക, ഫോർ എക്സാമ്പിൾ, ഡയബറ്റീസ് ഇല്ലാത്ത ഒരാൾക്ക് കഴിച്ചാൽ എന്താ സംഭവിക്കുക? ലോ ഷുഗർ ആയി പോകും. ആ ഇൻസുലിൻ കണ്ടന്റിന് എത്ര ഷുഗർ ലെവൽ ബ്ലഡിൽ കുറയ്ക്കാൻ പറ്റുമോ അത്രയും അത് കുറയ്ക്കും. ആള് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്നുള്ളതും മെഡിസിന് നോട്ടമില്ല. റൈറ്റ്. സോ അതുകൊണ്ട് തന്നെ മെഡിസിൻ അത് ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഐ കോഫി ഏതൊരാൾക്കും ഉപയോഗിക്കാം. റൈറ്റ്. ഇതിലുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. ഒന്ന്, കൂർഗ് റീജിയനിൽ നിന്നുള്ള വേൾഡിലെ സുപ്പീരിയർ ക്വാളിറ്റി റോസ്റ്റഡ് കോഫി ബീൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം മക്യുന ഫ്ലൂറിയൻസ് അല്ലെങ്കിൽ കൗഹേജ് എന്നും വെൽവറ്റ് ബീൻ എന്നൊക്കെ അറിയപ്പെടുന്ന നായ്ക്കുരണം, അതിന്റെ ഒരു മോളിക്യൂൾസ് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത്. അത് ഷുഗർ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം മെമ്മറി എൻഹാൻസ് ചെയ്യാൻ, ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ, ബ്രെയിൻ ഫങ്ഷൻസ് ഒന്നും കൂടെ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ സപ്പോർട്ടീവ് ആണ്. റൈറ്റ്. പല ആളുകളും ചോദിക്കുന്നത് കോഫി ഇത് അപ്പം കഫീൻ കണ്ടന്റ് ഉണ്ടാവില്ലേ, കോഫി അങ്ങനെ റെഗുലർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ കമ്പനിയുടെ ഒരു പെറ്റൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. കോഫി ബീൻ കൂർഗിൽ നിന്നുള്ള ബെസ്റ്റ് ക്വാളിറ്റി ഓർഗാനിക് കോഫി ബീൻ ആണ് ഉപയോഗിക്കുന്നത്. ഓർഗാനിക് ആണ്. അത് ഒരു സ്ലോ റോസ്റ്റിംഗ് പ്രോസസ് ആണ് ചെയ്യുന്നത്. 40 ഡിഗ്രി ചൂടിൽ വളരെ സ്ലോലി ആണ് ഇത് റോസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിലൂടെ കഫീൻ കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യും. കഫീൻ കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നത് മാത്രമല്ല, ഈ കോഫിയിലുള്ള പോളിഫിനോൾസ് എന്ന് പറയുന്ന ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഘടകം അത് നഷ്ടപ്പെടാതെ പ്രിസർവ് ചെയ്യാനും പറ്റുന്നുണ്ടാവും. ഈ ഒരു 40 ഡിഗ്രിയിൽ സ്ലോ ആയിട്ട് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കഫീൻ കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനും പറ്റും, എന്നാൽ പോളിഫിനോൾസ് നഷ്ടപ്പെടുകയും ഇല്ല. റൈറ്റ്. സോ ആ രീതിയിൽ ഏറ്റവും അതിന്റെ ബെസ്റ്റ് ക്വാളിറ്റിയിൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന രീതിയിലാണ് അത് പ്രോസസ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഇതിലെ കുറച്ച് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, നമ്മൾ ഓർക്കേണ്ട കുറച്ച് പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാം. ഏത് തരം ഡയബറ്റീസ്, ടൈപ്പ് 1, ടൈപ്പ് 2, ജസ്റ്റേഷണൽ ഡയബറ്റീസ്, പ്രീ ഡയബറ്റീസ്, ഏത് ജുവനൈൽ ഡയബറ്റീസ്, ഏത് ഡയബറ്റീസ് ആണെങ്കിലും നമ്മുടെ ഐ കോഫി ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിനകത്ത് ഷുഗർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മുടെ ഐ കോഫിക്കകത്ത് ഷുഗർ ഇല്ല. എത്ര കാലം അത് ഉപയോഗിക്കണം അത് നമ്മുടെ ചോയ്സ് ആണ്. ഡയബറ്റീസിന് പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇല്ല. മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടല്ല കോഫി സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അലോങ് വിത്ത് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം മെഡിസിനിൽ ശരീരം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. മെഡിസിൻ സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്താൽ ശരീരത്തിന് ഇംബാലൻസ് ആയി പോകും. സോ മെഡിസിന്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇംപ്രൂവ്മെന്റിനനുസരിച്ച് മെഡിസിൻ അളവ് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യും, നമുക്കൊന്ന് കുറച്ച് നോക്കുക. എന്നിട്ടും ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യുന്നതിൽ കോഫി വർക്ക് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഗ്രാജുവലി കുറച്ച് മാസങ്ങൾ കൊണ്ട് മെഡിസിൻ കംപ്ലീറ്റ് ഒഴിവാക്കാം. കോഫി അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇൻ ഫ്യൂച്ചർ കോഫിയുടെ അളവ് പോലും വേണമെങ്കിൽ കുറയ്ക്കാം. പക്ഷേ കോഫി പെർമനന്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡയബറ്റീസിന് പെർമനന്റ് സൊല്യൂഷൻ ഇല്ല. Right. Then, can this be taken with other medicine? Yes. Can this be taken with insulin? Insulin ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാം. Does this lower the sugar? നമ്മൾ എന്താ പറയാ, ഷുഗറിനെ കുറയ്ക്കുക, മരുന്ന് ചെയ്യുന്നത് പോലെ ഷുഗറിനെ കുറയ്ക്കുക എന്നൊരു പ്രോസസ്സാണോ അത് ചെയ്യുന്നത്? അല്ല. കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു പ്രോസസ്സിങ്, ഈ ഇൻസുലിൻ റിസപ്റ്ററിനുണ്ടാകുന്ന ഡാമേജിനെ റിപ്പയർ ചെയ്ത് ഗ്ലൂക്കോസിനെ അകത്തേക്ക് കയറ്റാനും അതുപോലെ ആവശ്യത്തിന് ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് വിടുക എന്നൊക്കെയുള്ള പ്രോസസ്സുകളാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോർമൽ ഷുഗർ ലെവലുള്ള ഒരാള് ഐ കോഫി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോ ഷുഗർ ആവില്ല. റൈറ്റ്. അതുകൊണ്ട് നോർമൽ പേഴ്സൺ ക്യാൻ ടേക്ക്, ഓഫ് കോഴ്സ്. റൈറ്റ്. സോ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഡയറക്ഷൻസ് ഫോർ യൂസ്. ഒരു പാക്കറ്റ്, ഒരു ബോക്സിൽ 50 പാക്കറ്റ് ഉണ്ടാവും. റൈറ്റ്. സോ ഒരു പാക്കറ്റ്, അത് ഒരു പാക്കറ്റിലുള്ള കംപ്ലീറ്റ് കണ്ടന്റ് ഒരു നേരത്തെ കോഫിക്കായിട്ട് ഉപയോഗിക്കണം ഡയബറ്റീസിനും മെഡിസിൻ ഉപയോഗിക്കുന്ന ആളുകൾ. അങ്ങനെ രാവിലെയും വൈകുന്നേരവും ഓരോ കോഫി എന്ന രീതിയിൽ ഉപയോഗിക്കണം. ഒരു പാക്കറ്റിലുള്ള സാൽസിറ്റാളിന്റെ അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റിന്റെ വർക്കിംഗ് എഫിക്കസി എന്ന് പറയുന്നത് 12 മണിക്കൂർ നേരത്തേക്കാണ് ഉണ്ടാവുക. റൈറ്റ്. ഇനി എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത്? ഒരു കാരണവശാലും നമ്മുടെ കോഫി പൗഡർ തിളപ്പിക്കരുത്. സാധാരണ നമ്മൾ ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? വെള്ളം തിളപ്പിക്കും, എന്നിട്ട് അതിലേക്ക് ചായപ്പൊടി ഇടും, ഒന്നുകൂടെ നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ എടുക്കും. ശരിയാണല്ലോ? ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഒരു കാരണവശാലും ചായ അങ്ങനെ ഉണ്ടാക്കരുത്. ചായപ്പൊടി തിളപ്പിക്കാൻ പാടില്ല. വെള്ളം തിളപ്പിക്കുക, സ്റ്റവ് ഓഫ് ചെയ്ത് ആ ചൂടൊന്ന് ഒരൽപ്പം, ആ തിളച്ചന്റെ ടെമ്പറേച്ചർ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ചായപ്പൊടി അതിനകത്ത് ഇടുക.
അടച്ചു വെക്കുക. ഒരല്പസമയം കഴിഞ്ഞാൽ ചായ ആയിട്ടുണ്ടാവും. ഒരു കാരണവശാലും പൗഡർ തിളപ്പിക്കാൻ പാടില്ല. നമ്മുടെ കോഫി അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ഒരു കാരണവശാലും തിളപ്പിക്കരുത്. കോഫി പൗഡർ ഒരു സാഷെ കംപ്ലീറ്റ് ആയിട്ടുള്ള പൗഡർ കപ്പിലേക്ക് എടുക്കുക, തിളച്ച് സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ആ വെള്ളം അതിലേക്ക് ഒഴിക്കുക, മിക്സ് ചെയ്യുക, കുടിക്കുക. റൈറ്റ്, ഈ രീതിയിലാണ് ഉണ്ടാക്കേണ്ടത്. രാവിലെയും വൈകുന്നേരം ഓരോ സാഷെ എന്ന രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. ഇനി പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഒരു ദിവസം ഒരു സാഷെ മതിയാകും. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചോളം ജസ്റ്റ് ഒരു ഹെർബൽ കോഫി ഉണ്ടാക്കാനാണെങ്കിൽ ഒരു സാഷെ കൊണ്ട് ഒരു 3-4 കോഫി ഉണ്ടാക്കാനും സാധിക്കുന്നുണ്ടാവും. റൈറ്റ്, സോ ഇതാണ് ഇതിന്റെ യൂസേജ്. ഇനി എന്താണ് ഐ കോഫി ക്രീമറും ഐ കോഫി ബ്ലാക്കും തമ്മിലുള്ള ഡിഫറൻസ്? റൈറ്റ്, ഒന്ന്, സാൽസിറ്റാളിന്റെ കണ്ടന്റ് ഐ കോഫി ക്രീമറിൽ 11% ഉള്ളത്. എന്നാൽ ഐ കോഫി ബ്ലാക്കിൽ അതിന്റെ ഇരട്ടിയുണ്ട്, 22% സാൽസിറ്റാൾ ഏകനായകമുണ്ട് ബ്ലാക്കിൽ. രണ്ട്, പൗഡറിന്റെ ക്വാണ്ടിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രീമർ ഒരു പാക്കറ്റ് 15 ഗ്രാമാണ് ഉണ്ടാവുക, ബ്ലാക്കിലാണെങ്കിൽ ഒരു പാക്കറ്റിൽ 10 ഗ്രാമാണ് ഉണ്ടാവുക. ഏത് തരം ഡയബറ്റീസ് ഉള്ള ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്നത്? ഐ കോഫി ക്രീമർ ടൈപ്പ് 2, അതായത് മെഡിസിൻസ് ടാബ്ലറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഐ കോഫി ക്രീമർ മതിയാകും. എന്നാൽ ഇൻസുലിൻ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക്, ടൈപ്പ് 1 എന്ന് പറയുന്ന ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ബ്ലാക്ക് ആണ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുക. ടാബ്ലറ്റ്സ് ഉപയോഗിക്കുന്നവർക്ക് ക്രീമറും അതുപോലെ ഇൻസുലിൻ ഉപയോഗിക്കുന്നവർക്ക് ബ്ലാക്കും എന്ന രീതിയിൽ ഉപയോഗിക്കാം. ഇനി അത് ബ്ലാക്ക് ഈ ടൈപ്പ് 2 ടാബ്ലറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഉപയോഗിക്കാം, നോ പ്രോബ്ലം. ഏതൊരാൾക്കും ഉപയോഗിക്കാം. പക്ഷെ ഈ ഇൻസുലിൻ ഉപയോഗിച്ച് ഡയബറ്റീസിനെ മാനേജ് ചെയ്യുന്ന ആളുകളുടെ കണ്ടീഷൻ കുറച്ചും കൂടെ മോശമായിരിക്കും. അവർക്ക് കൂടുതൽ കണ്ടന്റ് സാൽസിറ്റാൾ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത്രയും ഗുണമാണ്. സോ അതുകൊണ്ടാണ് ബ്ലാക്ക്, ഐ കോഫി ബ്ലാക്ക് ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം. ഞാൻ ഡെയിലി ഉപയോഗിക്കുന്നത് ഐ കോഫി ബ്ലാക്ക് ആണ്, ഡയബറ്റീസ് ഇല്ല. റൈറ്റ്, സോ ആർക്കും ഉപയോഗിക്കാം. പക്ഷെ ഈ ഒരു ഡിഫറൻസ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ദെൻ ഐ കോഫി ക്രീമറിൽ വൈറ്റ്നർ ഉണ്ട്, അല്ലെങ്കിൽ അതുള്ളത് നോൺ ഡയറി ക്രീമർ ആണ്. ഒരല്പം പാലൊഴിച്ചൊരു ഫീൽ ഉണ്ടാവും അതിന്. അതൊരിക്കലും ഡയറി സോഴ്സ് അല്ല, അതായത് അനിമൽ സോഴ്സ് അല്ല, വെജിറ്റബിൾ സോഴ്സ് ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ള നോൺ ഡയറി ക്രീമർ ആണ് അതിനകത്തുള്ളത്. ഇറ്റ്സ് സേഫ് ടു യൂസ്. ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. ദെൻ 2-3 പോയിന്റ്സ് കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ് പാർക്കിൻസൺസ് ഡിസീസ് ഉള്ള ആളുകൾക്ക്, ഈ ട്രെമർ, ഒരു വിറയൽ ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇങ്ങനെ കൈകാലം ഇങ്ങനെ വിറയ്ക്കുന്ന ഒരു അസുഖം ഉണ്ടല്ലോ, പാർക്കിൻസൺസ്. ആ അസുഖമുള്ള ആളുകൾക്ക് നമ്മുടെ ഐ കോഫി വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഈ ന്യൂറോ സിസ്റ്റത്തിനെ എംപവർ ചെയ്യാൻ ഐ കോഫി വളരെ യൂസ്ഫുൾ ആണ്. ദെൻ PCOD, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസോർഡർ, PCOD-യുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഷുഗർ ഇമ്പയർമെന്റ് ആണ്. ഷുഗർ പ്രോപ്പറായിട്ട് ശരീരം ഉപയോഗിക്കാത്തതാണ് PCOD വരാനുള്ള കാരണം. സോ PCOD ഉള്ള ആളുകൾക്ക് നമ്മൾ ഐ പൾസ് സജസ്റ്റ് ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾ ഐ കോഫി കൂടെ നിർബന്ധമായിട്ട് കൊടുക്കുക. റൈറ്റ്, അതിൽ ഐ കോഫി ക്രീമർ ആണ് ഏറ്റവും നല്ലത്. ദെൻ ഈ കോഫി ഉപയോഗിക്കുന്ന സമയത്ത് ഇനീഷ്യലി ഷുഗർ ലെവൽ ഒന്ന് ഷൂട്ടപ്പ് ചെയ്യും. അതിന്റെ കാരണം കോഫിയുടെ പ്രോബ്ലം അല്ല, നമ്മുടെ ശരീരം അങ്ങനെയാണ്. നാച്ചുറൽ കണ്ടന്റ് എന്തും നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരീരം ആദ്യം അതിന്റെ പ്രോബ്ലം കൂടിയിട്ടേ കുറയുള്ളൂ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഒറിജിനൽ കണ്ടീഷൻ എന്താണോ ആ സ്റ്റാറ്റസിലേക്ക് പോകും. അപ്പം മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബോർഡർ ലെവൽ ഇങ്ങനെ മാനേജ് ചെയ്ത് പോകുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ ഷുഗർ, അദ്ദേഹം മെഡിസിൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അയാളുടെ ഷുഗർ ലെവലിൽ 350 എത്തേണ്ടതാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഐ കോഫി അയാൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, ഐ കോഫിയിലുള്ള കണ്ടന്റ് ശരീരത്തിൽ വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അയാളുടെ ഷുഗർ ലെവൽ 350 എത്തും. മെഡിസിൻ ഉണ്ടെങ്കിൽ പോലും 350 എത്തും. കാരണം ശരീരം അതിന്റെ ഒറിജിനൽ സ്റ്റാറ്റസിലേക്ക് ചെല്ലും. എന്നിട്ട് പതുക്കെ 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 കുറച്ചുകൊണ്ടേ ചെയ്യാം. അങ്ങനെ അത് വർക്ക് ചെയ്യുള്ളൂ. സോ കോഫി ഉപയോഗിക്കുമ്പോൾ ഷുഗർ ലെവൽ കൂടുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കോഫി നിർത്തരുത്. അവർക്ക് മോർണിംഗിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ ഉപയോഗിക്കുന്നതിന് പകരം നൂൺ ടൈമിൽ ഉപയോഗിക്കാം, അതുപോലെ രാത്രി ഉപയോഗിക്കാം, ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപ് എന്ന രീതിയിൽ ഉപയോഗിക്കാം. റൈറ്റ്, ഇനി അതുപോലെ രാവിലെ കോഫി ഉപയോഗിക്കുന്ന ആളുകൾക്ക് സ്റ്റൊമക് അപ്സെറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരും രാവിലെ ഉപയോഗിക്കേണ്ട, ഉച്ചയ്ക്കും അതുപോലെ രാത്രിയും എന്ന രീതിയിൽ ഉപയോഗിക്കുക. റൈറ്റ്, ടൈപ്പ് 1 അല്ലെങ്കിൽ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കേസിലാണെങ്കിൽ നമ്മൾ ഐ കോഫി ബ്ലാക്ക് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് ഹാഫ് സാഷെ, അര പാക്കറ്റ് ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുൻപ്, അങ്ങനെ ഒരു ദിവസം 2 നേരം എന്ന രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. ഇൻസുലിൻ ഉപയോഗിച്ച ശേഷമാണ് ഐ കോഫി ഉപയോഗിക്കേണ്ടത്. ടൈപ്പ് 1 ഡയബറ്റീസ്, കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡയബറ്റീസ്, റൈറ്റ്, ഇത്തരം കേസുകളിൽ ലൈഫ് ലോങ് അവർക്ക് ഇൻസുലിൻ വേണ്ടി വരും. റൈറ്റ്, പക്ഷെ ഇൻസുലിന്റെ അളവൊക്കെ അവർക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടാവും. ഡയബറ്റീസ് കൊണ്ടുപോകുന്ന ആഫ്റ്റർ എഫക്റ്റുകളെ അത് നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യും.
പ്രോബ്ലംസ് വരാതെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും കോഫി വളരെ സപ്പോർട്ടീവ് ആവും. അവർക്ക് ബ്ലാക്ക് ആണ് കൊടുക്കേണ്ടത്. ഒരു പാക്കറ്റിന്റെ പകുതി രാവിലെയും പകുതി വൈകുന്നേരം എന്ന രീതിയിൽ ഉപയോഗിച്ചാൽ മതിയാവും. റൈറ്റ്. ദെൻ ചില ഫുഡ് സജഷൻസ് ഉണ്ട്. ഡയബറ്റീസ് ഉള്ള ആളുകൾക്കുള്ള ചില ഫുഡ് സജഷൻസ്. ഒന്ന്, ഇപ്പം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കാം. ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ? കഴിക്കാം. കാരണം ഫ്രൂട്ടിലുള്ള ഫ്രൂക്ടോസ് അല്ലെങ്കിൽ അതിന്റെ ഷുഗർ, ഫ്രൂട്ട്സിലുള്ള ഷുഗറിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് അത് വളരെ കുറവാണ്. അതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് ഒരിക്കലും ഷുഗർ ലെവൽ കൂടില്ല. അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കാം. എന്നാൽ കാൻഡ് വെജിറ്റബിൾസ്, അതുപോലെ ഈ സിന്തറ്റിക് ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സും ഹൈ കാലറിയും ട്രാൻസ് ഫാറ്റും ആഡഡ് ഷുഗറും ഒക്കെയുള്ള ഫ്രൂട്ട് ജ്യൂസ് ഡ്രിങ്ക്സ് കഴിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളുടെ ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ ഈ പറഞ്ഞ ഹൈ കാലറി ഇല്ല, ട്രാൻസ് ഫാറ്റ് ഇല്ല, ആഡഡ് ഷുഗർ ഇല്ല, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ജ്യൂസ് ആണ്. അതിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് നിങ്ങൾക്കറിയാം വെറും 30 മാത്രമേ ഉള്ളൂ. സാധാരണ പഞ്ചസാരയുടെ ടേബിൾ ഷുഗറിന്റെ GI എന്ന് പറയുന്നത് 70 ആണ്. സോ ഐപ്പിൾസ് സേഫ് ആണ് യൂസ് ചെയ്യാൻ. ഫ്രൂട്ട്സും വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാം. ദെൻ ഡയറി പ്രോഡക്ട്സ് നോക്കുകയാണെങ്കിൽ സ്കിംഡ് മിൽക്ക് ഉപയോഗിക്കാം. അതായത് പാലിലെ ആ കൊഴുപ്പ് കളഞ്ഞ പാല് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ലോ ഫാറ്റ് ഉള്ള യോഗട്ടും ഉപയോഗിക്കാൻ സാധിക്കും. അത് കാൽഷ്യം, വൈറ്റമിൻ ഡി, പ്രോട്ടീൻ്റെ ഒക്കെ നല്ല സോഴ്സസ് ആണ്. എന്നാൽ ഹോൾ മിൽക്ക് പാൽ അതുപോലെ ഉപയോഗിക്കരുത്. അതിൽ ഹൈ ഫാറ്റും ഷുഗർ കണ്ടന്റ് ഉണ്ടാവും. ഡയബറ്റീസ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഡേഞ്ചറസ് ആണ് അത്. അഗൈൻ പ്രോട്ടീൻ സോഴ്സസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലീൻ പ്രോട്ടീൻ ആണ് ഏറ്റവും നല്ലത്. ലീൻ പ്രോട്ടീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ചിക്കൻ ആണെങ്കിൽ പോലും നാടൻ കോഴി അത് ലീൻ പ്രോട്ടീൻ ആണ്. ആ ചിക്കനൊക്കെ ഉപയോഗിക്കുന്നത് നല്ല ക്വാളിറ്റി പ്രോട്ടീൻ കിട്ടുന്നുണ്ടാവും. അതുപോലെ സീ ഫുഡ്, മീന്, ചെറിയ ടൈപ്പ് മീനുകളൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതിൽ അയണും അതുപോലെ പല വൈറ്റമിൻസും അങ്ങനെയുള്ള പലതും കണ്ടന്റും ഉണ്ടാവും. എന്നാൽ പോർക്ക്, അതുപോലെ റെഡ് മീറ്റ്, ബീഫ്, അങ്ങനെയുള്ള റെഡ് മീറ്റ് ഐറ്റംസ് കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം കോംപ്ലിക്കേഷൻസ് കൂട്ടുന്നുണ്ടാവും. ദെൻ ഫാറ്റ്സ് കാറ്റഗറിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നട്ട്സും അതുപോലെ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് ഇതൊക്കെ ഉപയോഗിക്കാം. അതിലൊക്കെ കമ്പാരിറ്റീവ്ലി ഷുഗർ കണ്ടന്റ്, ഷുഗർ കണ്ടന്റ് ഉണ്ടാവും, പക്ഷേ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. എന്നാൽ അതിലുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വൈറ്റമിൻസും ആന്റി ഓക്സിഡൻസും ഒപ്പം omega-3 ഫാറ്റി ആസിഡ്, ഒമേഗ 3, omega-6 ഒക്കെ അതിനകത്ത് ധാരാളമായിട്ട് ഉണ്ടാവും. അത് വളരെ യൂസ്ഫുൾ ആണ് നമ്മുടെ ശരീരത്തിൽ. ജോയിന്റ്സിനും ബ്രെയിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യാനും ബ്രെയിനിലൊക്കെ ഒമേഗ ഫാറ്റി ആസിഡ്സ് വളരെ വളരെ അത്യാവശ്യമാണ്. എന്നാൽ ബിസ്ക്കറ്റുകളോ അല്ലെങ്കിൽ കുക്കീസോ, കേക്ക്സ്, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് അത് അവോയ്ഡ് ചെയ്യണം. ദെൻ സ്പ്രൗട്ട്സ് ആൻഡ് ഓട്സ്, ഈ മുളപ്പിച്ച പയറുകൾ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അത് വൈറ്റമിൻ സി ധാരാളം ഉണ്ടാവും. അതുപോലെ ഓട്സ്, അതൊക്കെ ഓട്സിൽ ഹോൾ ഗ്രെയിൻ ഉപയോഗിച്ചായിരിക്കും ഓട്സ് ഉണ്ടാക്കുന്നത്. സോ അതിൽ ഫൈബർ റിച്ച് ആയിരിക്കും. അതിൽ GI ഒക്കെ വളരെ കുറവായിരിക്കും. ഷുഗർ ലെവലിനെ റെഗുലേറ്റ് ചെയ്യാനൊക്കെ വളരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഫ്രൈഡ് ഫുഡ്, പ്രോസസ്ഡ് ഗ്രെയിൻ, അതുപോലെ ഈ നമ്മുടെ കെൻടക്കി ഫ്രൈഡ് ചിക്കൻ ബ്രോസ്റ്റ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി ഡേഞ്ചറസ്. സാച്ചുറേറ്റഡ് ഫാറ്റ് ഒരുപാട് ഉണ്ടാവും അതിനകത്ത്. അതുപോലെ ഹൈ കാലറി ആണ്. അങ്ങനെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ദെൻ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് മാക്സിമം ഒഴിവാക്കുക. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ഉദാഹരണമായിട്ട് വൈറ്റ് റൈസ്, പച്ചരി കൊണ്ടുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഡൈജസ്റ്റ് ആവും, പെട്ടെന്ന് ഗ്ലൂക്കോസ് ഷൂട്ടപ്പ് ചെയ്യും. അത് ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഡേഞ്ചറസ് ആണ്. മൈദ കമ്പൽസറി ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട സാധനമാണ്. ഇറ്റ്സ് ഹൈലി ഡേഞ്ചറസ്. മൈദ കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയും, പൊറോട്ട ആയിക്കോട്ടെ, ബേക്കറി സാധനങ്ങളായിക്കോട്ടെ, ഒരുവിധം എല്ലാ സാധനങ്ങളും മൈദ കൊണ്ടാണ് ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് വെരി വെരി ഡേഞ്ചറസ് ഫോർ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക്. പ്രീ ഡയബറ്റീസ് സ്റ്റേജിലുള്ള ആളുകൾക്കും ഇറ്റ്സ് ഡേഞ്ചറസ്. കംപ്ലീറ്റ് മിൽക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ടേബിൾ ഷുഗർ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര, അത് വളരെ ഡേഞ്ചറസ് ആണ്. ഷുഗർ ഉപയോഗിക്കുന്നെങ്കിൽ ഏറ്റവും നല്ലത് ബ്രൗൺ ഷുഗർ ആണ്. തെറ്റിദ്ധരിക്കേണ്ട, സാധനം വേറെയല്ല. പോളിഷ് ചെയ്യാത്ത, ബ്ലീച്ച് ചെയ്യാത്ത ഷുഗർ, കരിമ്പിൽ നിന്ന് എടുത്തിട്ടുള്ള ഒറിജിനൽ ഷുഗർ, അതിന്റെ കളർ ബ്രൗൺ ആയിരിക്കും. ആ ഷുഗർ ആണ് ഉപയോഗിക്കാൻ നല്ലത്, ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. സോ ഈ രീതിയിൽ ഒരു നല്ലൊരു ഡയറ്റ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ്സിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കോഫിയിലൂടെ ആ ഡയബറ്റീസിനെ ഒരു ഹെൽത്തി ലെവലിൽ മാനേജ് ചെയ്യാൻ സാധിക്കും. ഈവൻ കോഫി ഉപയോഗിച്ച് ഒരു മെഡിസിൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കോഫിയുടെ അളവ് കുറയ്ക്കാമെന്ന് മാത്രമല്ല, മധുരമൊക്കെ, ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ചെറിയ അളവിൽ കഴിക്കാം. അതുകൊണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല. വളരെ ഹെൽത്തി ലെവലിൽ കോഫിയിലൂടെ മാത്രം ഈ ഷുഗറിനെ മാനേജ് ചെയ്യുന്ന ലെവലിലേക്ക് ശരീരം എത്തിയിട്ടുണ്ടാവും എന്ന് മാത്രമല്ല, ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇപ്പം അവർക്ക് ഉണ്ടാകുന്ന മറ്റു പ്രോബ്ലം, സെക്ഷൽ ലൈഫ് തിരിച്ചു കിട്ടുമെന്നത് മാത്രമല്ല, കോംപ്ലിക്കേഷൻസ്,
ശരീരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പല കോംപ്ലിക്കേഷൻസും വരാതെ പ്രിവെന്റ് ചെയ്യാനും സാധിക്കും. സോ ഓൾവേസ് റിമെമ്പർ, പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. സോ ഡയബറ്റീസ് ഉള്ള ആളുകൾക്കും വരാൻ സാധ്യതയുള്ളവർക്കും ഡയബറ്റീസ് ഇല്ലാത്തവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള ലോകത്തിലെ ഒരേ ഒരു ഹെർബൽ കോഫി അത് നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുക, നമ്മൾ വഴി മാക്സിമം ആളുകളിലേക്ക് കൊടുക്കുക. ഈ ഒരു മഹാമാരിയെ, ഈ ഒരു ഡയബറ്റീസ് എന്ന് പറയുന്ന ഈ ഒരു മഹാമാരിയെ നമുക്ക് പ്രിവെന്റ് ചെയ്യണം, ആളുകളെ ഹെൽത്തി ആക്കി മാറ്റണം. അതിന് നമ്മളെല്ലാവരും വിചാരിച്ചാൽ സാധിക്കും. ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക ആൻഡ് ലിവ് healthy. Thank you. Okay, thank you, sir.